ഒരു മുന്നറിയിപ്പും കൂടാതെ ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കൊല തുടരുമ്പോൾ ഭയന്ന് വിറക്കുന്നത് ഇസ്രായേലികളാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 500-ലേറെ പേരെ കൊന്ന് തള്ളിയപ്പോഴും മരണത്തിന് മുൻപിൽ പകച്ചുപോകാത്ത ജനതയാണ് ഫലസ്തീനികൾ. എന്നാൽ ലോകരാജ്യങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേലികൾ ഭയത്തിലാണ്. ഈ ഭയമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് മുമ്പിലേക്ക് ആയിരങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. പോലീസിൻ്റെ ബാരിക്കേഡ് തകർത്ത് മുന്നേറിയ സമരക്കാരെ പോലീസ് ലാത്തിചാർജ് കൊണ്ടും ജലപീരങ്കി കൊണ്ടുമാണ് നേരിട്ടത്. ഒരു വശത്ത് നിന്ന് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ മറുവശത്ത് ഹമാസ് ഒരുക്കുന്ന പദ്ധതി എന്താകുമെന്നാണ് ഇസ്രായേലികൾ ഭീതിയിലാത്തുന്നത്. ജീവനോടെയുള്ള 24 പേർ ഉൾപ്പെടെ 59 പേർ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിൽ ഉണ്ടെന്നത് ഇസ്രായേലി ജനതയുടെ ഭയത്തിനും ആശങ്കക്കും പ്രതിഷേധത്തിനും കാരണമാകുന്നു. നമ്മുടെ രാജ്യം ഒരു സ്വേച്ഛാധിപത്യമായി മാറുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. അവർ നമ്മുടെ ബന്ദികളെ ഉപേക്ഷിക്കുകയാണ്. ഈ രാജ്യത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ അവഗണിക്കുകയാണ്. ഇസ്രായേൽ ഭരണകൂടത്തെയും പ്രധാനമന്ത്രിയെയും കുറ്റപ്പെടുത്തി സമരക്കാരിയായ 59 വയസ്സുള്ള റിനാറ്റ് ഹദാഷി പറഞ്ഞ വാക്കുകളാണിത്. ഗസ മുനമ്പിലുടനീളം ഇസ്രായേൽ മാരകമായ വ്യോമാക്രമണം നടത്തിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ആഭ്യന്തര ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ പൊതുജനരോഷം ആളിക്കത്തിയത്. നെതന്യാഹുവിൻ്റെ വലതുപക്ഷ ഭരണസഖ്യം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് നേരെ നടത്തുന്നത് ആക്രമണമാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ജെറുസലേമിലും ടെൽ-അവീവിലും നടന്ന സംഘർഷങ്ങൾക്കിടയിൽ പ്രധാന ഹൈവേകൾ ഉപരോധിക്കുകയും കുറഞ്ഞത് 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് സമരക്കാർ പറയുന്നു. ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ തലവനായ റോണർ ബാറിനെ പിരിച്ചുവിടാൻ നെതന്യാഹു ശ്രമിച്ചതിന് പിന്നാലെ ആരംഭിച്ച രോഷം ഗസയിലെ വെടിനിർത്തൽ മാരകമായ വ്യോമാക്രമണങ്ങളുടെ തകർക്കാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ് സമരമായി ആളിക്കത്തിച്ചത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തോടെ ശക്തമായ യുദ്ധത്തോടുള്ള ദേശീയ ഐക്യദാർഢ്യത്തിൻ്റെ പിന്തുണ കുറയുന്നതായാണ് ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പകരം തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പും വലതുപക്ഷ സർക്കാരിനെ ശക്തിപ്പെടുത്തലും ലക്ഷ്യമാക്കിയാണ് ഗസയിലെ സാധാരണക്കാരെ നെതന്യാഹു കൊന്നൊടുക്കുന്നത് എന്ന് വിമർശകർ ആരോപിക്കുന്നു. 1.5 വർഷത്തോളം ഗസയെ തച്ചുടച്ചിട്ടും ബന്ദികളെ കണ്ടെത്താൻ കഴിയാതെ പോയത് നെതന്യാഹുവിനും ചാരസംഘടനയായ മൊസാദിനും അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. ഒപ്പം ഒരു പോറൽ പോലും ഏൽക്കാതെ ബന്ദികളും ഹമാസ് പോരാളികളും വെടിനിർത്തൽ സമയത്ത് പൊതുജനമധ്യത്തിൽ എത്തിയതും ഇസ്രായേലിന് നാണക്കേടായി. ഹമാസിനെതിരായ പോരാട്ടം എന്ന പേരിൽ പിന്നെ എന്താണ് ചെയ്തതെന്ന് സ്വന്തം ജനത പോലും ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലികളെ ഭയത്തിലാക്കുന്നതും. ഇസ്രായേലിനെ കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ അവരുടെ തൊട്ടടുത്തുള്ള ഹമാസ് പോരാളികളുടെ നീക്കം എന്താകുമെന്നത് അവരെ ആശങ്കയിലാക്കുന്നു. ഇതോടൊപ്പം ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് മറുപടിയായി ഹമാസ് റോക്കറ്റുകൾ അയച്ചതും യമനിലെ ഹൂതി വിമതർ ആക്രമിക്കുന്നതുമെല്ലാം ഇസ്രായേൽ ജനതയെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ടെൽ-അവീവിന് നേരെയാണ് ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് റോക്കറ്റുകൾ തൊടുത്തത്. യമനിലെ ഹൂതി വിമതർ അധിനിവിഷ്ട ജാഫയ്ക്ക് നേരെയാണ് മിസൈൽ ആക്രമണം നടത്തിയത്. നെതന്യാഹു സ്വന്തം താൽപ്പര്യം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഗസയെ ആക്രമിക്കുമ്പോൾ ബന്ദികളുടെ ജീവനും ഇസ്രായേലിലേക്ക് എത്തുന്ന ബോംബുകളും മിസൈലുകളുടെയും ഭയത്തിലാണ് ഇസ്രായേൽ ജനത. ഗസയിലെ സാധാരണക്കാരുടെ കണ്ണിൽ കണ്ടിരുന്ന ആശങ്ക ഇപ്പോൾ ഇസ്രായേൽ ജനതയുടെ കണ്ണിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങൾ വ്യക്തമാക്കുന്നത്.